ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികളല്ലേ. അപ്പോൾ നമ്മൾ വാർത്ത കാണിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതികളും കൂടെ എടുത്തു വെച്ചിട്ട് വേണം വാർത്ത കാണാൻ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമല്ലോ, അത് എടുത്താലും മതി. ഇതിൽ ഏറ്റവും ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ പറയുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടാണോ അത് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ഗ്രഹസ്ഥിതികൾ എടുത്തു നോക്കിയപ്പോൾ മനസ്സിലായി, ബുധൻ രാശി മാറിയപ്പോൾ കറക്റ്റ് അതേ സമയത്ത് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. രാജസ്ഥാനിൽ അത്രയും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായത് ഈ ബുധൻ രാശി മാറിയപ്പോഴാണ്. അന്നേരേ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബുധൻ്റെ സ്ഥാനം എങ്ങനെയായിരുന്നു അത് നോക്കണം. അതും കൂടി വെച്ചിട്ട് അത് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതിന് നമ്മൾ ഭൂകമ്പങ്ങളെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് വീഡിയോ ഇടണം. ഇപ്പോൾ നാളെ ഇനി ഭൂകമ്പം ഉണ്ടാകുമോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം. അതിനു മുമ്പ് നമുക്കിപ്പോൾ ഈ ലോകത്ത് നിൽക്കുന്ന ആ യോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. തീർച്ചയായിട്ടും ഈ യോഗങ്ങൾ അനുസരിച്ച് തന്നെയാണ് ലോകത്ത് ഓരോന്നും സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ വിഷയോഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ശനി വക്രത്തിലായതുകൊണ്ട് ശനി പൂരിട്ടാതിയിലോട്ട് പോയി, ചന്ദ്രൻ ഉത്രട്ടാതിയിലോട്ട് വരുവാണ്. പക്ഷെ ശനിയും ചന്ദ്രനും പൂരിട്ടാതിയിൽ യോജിക്കുന്നുണ്ട്. ഇത് ഉത്രട്ടാതിയിലായിരുന്നെങ്കിൽ ഇതിലും വലിയതായിട്ട് സംഭവിച്ചേനെയും. അതായത് ഈ ശനിയും ചന്ദ്രനും ഉത്രട്ടാതിയിലായിരുന്നു ഈ പൗർണമിക്ക് യോജിച്ചതെങ്കിൽ ഈ വിഷയോഗത്തിന്റെ എഫക്റ്റ് വളരെയധികം കൂടുതലായിരുന്നു. എന്നും പറഞ്ഞ് കുറയാനൊന്നും പോകുന്നില്ല, നല്ല യോഗ എഫക്റ്റ് തന്നെ കാണും. കറക്റ്റ് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ അതേ സമയത്ത് തന്നെയാണ് ആ ശനിയുടെ അല്ല, ഇങ്ങനെ ചന്ദ്രൻ ആ മീനൻ രാശിയിൽ വന്നിട്ട് രവി കന്നി രാശിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ദീപാവലി ആഘോഷിക്കുന്നതും നമ്മൾ ഈ രാവണ ദഹനം അങ്ങനെയൊക്കെ നടത്തുന്നതും ഒക്കെ ഈ സമയത്താണ്. അതായത് ഒരുപാട് പുക നമ്മൾ തന്നെത്താനെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ആ ഒരു വലിയ മഹാന്മാർ ഉണ്ടാക്കി വെച്ച ആചാരങ്ങളാണിതെല്ലാം. ഈ കളിയാക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കളിയാക്കാം. അവരെ കൊണ്ട് ലോകത്തിന് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഓർത്ത് നോക്കിയാൽ മതി. ആ 3 ദിവസത്തിന് മുമ്പ് ആ വാർത്ത കൊടുത്തത് തെറ്റാണോ അല്ലയോ എന്ന് അറിയത്തില്ല. 28ാം ഓണത്തിനോടനുബന്ധിച്ച് ആ 3 ദിവസം ആ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു വാർത്ത ഇങ്ങനെ നമ്മുടെ മലയാളം വാർത്തകളിൽ കണ്ടു. നമ്മളപ്പോഴേ പ്രെയർ ഇട്ടു. ആ കതിരവൻ്റെ ആ പോസ്റ്റിൻ്റെ താഴെയാണ് ഇട്ടത്. അത് ആരിട്ടതാണെന്ന് ഓർക്കുന്നില്ല. അതിൻ്റെ താഴെ ഇട്ടു, നല്ലതുപോലെ നടക്കണേ എന്നൊരു പ്രാർത്ഥന ഇട്ടിരുന്നു. കാരണം ആ ഭൈരവൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, ആ ഏറ്റവും വലിയ നമ്പർ 1 ഓച്ചിറക്കാളയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതെ നല്ലതോളം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചു കാണും. അപ്പോൾ നമ്മുടെ തന്നെ എന്നല്ല പറയുന്നത്, എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഈ പ്രാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ ആഘോഷങ്ങൾ നടന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രവചന വീഡിയോ ഇട്ടുപോയില്ലേ, ഈ ആഘോഷങ്ങളുമായിട്ട് സംബന്ധിച്ച് വലിയ വലിയ കുഴപ്പങ്ങൾ ഇപ്പോൾ ഒഡീഷയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോണേന്ന് നമ്മൾ തന്നെ പ്രവചനം ഇട്ടിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഈ 28ാം ഓണമൊക്കെ വരുന്നു, എന്താവും, എങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പ്രേരിട്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികൾ കാണുമ്പോൾ ഈ വിഷയോഗം വരുമ്പോഴേ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് ആ പ്രദേശത്തിലുള്ളവർ കൂടുതൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ ദോഷങ്ങളൊക്കെ മാറിയിട്ട് ചെറിയ ദോഷങ്ങളായിട്ട് മാറും. അതല്ല, അപ്പോൾ നാളെ നമ്മൾ നോക്കണം എവിടെയൊക്കെയാണ് തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഓൾറെഡി കാലാവസ്ഥാ പ്രവചനം വന്നു കഴിഞ്ഞു. ന്യൂനമർദ്ദം, ഭയങ്കരമായിട്ടുള്ള ന്യൂനമർദ്ദം വന്നിട്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാരതത്തിനെ, ഭഗവാന്റെ ഭക്തന്മാരെയോ അതിൽ നിന്നെല്ലാം രക്ഷിക്കണേന്ന്. അപ്പോൾ ചോദിക്കുക, ലോക നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം കുടുംബം നന്നായിട്ട് വേണ്ടേ ലോകം നന്നാവാൻ. ആദ്യം ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ നേപ്പാളിൽ അങ്ങനെയല്ല വലിയ വലിയ പ്രശ്നങ്ങൾ എപ്പോഴും ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നുടനെ അതിന് മുമ്പ് സംഭവിക്കുന്നുണ്ട്. നേപ്പാളിലാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രദേശങ്ങളിലാണ്. അത് തന്നെ ഈ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ തെളിവാണ്.
ഇപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ, ഈ 2-3 ദിവസം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. അങ്ങ് ഭയങ്കര തീവയ്പും അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുഴപ്പങ്ങളും. അപ്പോൾ ഈ കുജ ബുധ യോഗം എവിടെയാണ് വന്നിരിക്കുന്നത്? 7ാം രാശിയിൽ തുലാത്തിലാണ് വന്നിരിക്കുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ രാഹുവിൻ്റെ ദൃഷ്ടിയും അങ്ങോട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഈ വയലൻസിനുള്ള ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ചും ഈ കുടുംബപരമായിട്ട് ഇപ്പം നോക്കിയാൽ, നമ്മൾ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ കുടുംബപരമായിട്ട് 7ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അങ്ങനെ ആ കുടുംബത്തിൻ്റെ സ്ഥാനമല്ലേ. ഭയങ്കരമായ വഴക്കുകൾ, അതുപോലെ ഈ കൂട്ടുകാർ തമ്മിലുള്ള വഴക്കുകൾ, അങ്ങനെ ഈ ബിസിനസ്സിലാണെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള വഴക്കുകൾ, അങ്ങനെ രാജ്യങ്ങളാണെങ്കിൽ പോലും മിത്ര രാജ്യങ്ങൾ തമ്മിൽ പോലും വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഗ്രഹസ്ഥിതികളുമായിട്ട് നല്ലതുപോലെ ടാലി ഉണ്ട്. ഇതിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, പിന്നെ ഈ കുഞ്ഞുങ്ങൾ, ബുധൻ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ആ ബുധൻ രാശി മാറി എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? കുജന്റെ അടുത്തോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ കുജന്റെ കാരകത്വങ്ങൾ നോക്കണം, ബുധന്റെ കാരകത്വങ്ങൾ നോക്കണം. ബുധന്റെ കാരകത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വ്യവസായ, അങ്ങനെയുള്ള ധനപരമായിട്ട് ഉള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാമാണ് സൂചിപ്പിക്കുന്നത്. കുജനാണെങ്കിലോ ആശുപത്രികൾ, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ, ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ, മരുന്നുമായിട്ട് ബന്ധപ്പെട്ടത്, തീയുമായിട്ട് ബന്ധപ്പെട്ടത്, അത് മൊത്തം അതിൻ്റെ എല്ലാ കാരകത്വങ്ങളൊന്നും നോക്കിക്കണം. ഫുള്ള് ഇത് മൊത്തത്തിനെ അങ്ങ് ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ അത്രയും കുഞ്ഞുങ്ങൾ മരുന്നിൻ്റെ ആ വിഷബാധ കൊണ്ട് മരിച്ചു. അങ്ങനെ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു. ഈ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും ഇതിനെ സംബന്ധിച്ച വാർത്തകളാണ്, ഈ രണ്ടിനെ സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ വന്നു കണ്ടിരിക്കുന്നത് മൊത്തം. അപ്പോൾ വിവേചന ശക്തി ഇല്ലാത്തവർ, ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇവർ ഈ ലോകത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പ്രശ്നമാണ്, ഇവരൊരു ഭാരമാണ് ലോകത്തിന്. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇവരിങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഫേസ്ബുക്കുകളിലൊക്കെ ആയാലും ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനെ അങ്ങ് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ശാസ്ത്രം അത് തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് മുമ്പ് ഇതൊന്ന് നോക്കിയാൽ മതി, നോക്കുന്ന ഏത് വിഡ്ഢിയും മനസ്സിലാകും. അത്ര വലിയ ബുദ്ധി പോലും വേണ്ട, പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഈ കുജനും ഈ ബുധൻ ഇങ്ങനെ രാശി മാറിയപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യമുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പോലും കണ്ണും അടച്ചങ്ങ് പറഞ്ഞൊക്കെയാണ്. ഇതിലൊന്നും ഒരു കാര്യമല്ല, എപ്പോഴും സംഭവിക്കുന്നതാണ്. ഇതൊന്നും എപ്പോഴും സംഭവിക്കുന്നതല്ല. ഞാനൊക്കെ എത്രയോ കാലം കൊണ്ട് ഇതിങ്ങനെ നിരീക്ഷിച്ച്, ഒരു 2018 തോന്നുന്നു ഇങ്ങനെ ഒരു സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ വന്നിട്ട് അത് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ടുണ്ടായതാണ്. പെട്ടെന്ന് അതിന് മുമ്പ് നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. അന്നോട്ട് ഇങ്ങനെ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യത്തെ പ്രശ്നം താലിബാൻ പ്രശ്നമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്നോട്ട്, അത് ഏത് ഇയറാന്ന് മറന്നുപോയി, അന്നോട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അത് തന്നെ സംഭവിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ വേറെ ഒക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഈ സിദ്ധാന്തം ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലാവസ്ഥ പ്രവചനം നോക്കുക. കുറച്ച് താമസിക്കാതെ നേരത്തെ തന്നെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ആ കാലാവസ്ഥ നമുക്ക് നല്ലതുപോലെ മാറ്റാൻ പറ്റും. മാറ്റാൻ ശ്രമിക്കുക, കഴിയുന്നത്ര. അങ്ങ് മൊത്തം അങ്ങ് പറ്റുമെന്നല്ല, അങ്ങനെ കാലാവസ്ഥ പ്രവചനങ്ങൾ അങ്ങ് തെറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റ് പറ്റുന്നതല്ല, അവർ ഇങ്ങനെ പ്രവചിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു. അപ്പോൾ വലിയ സഹായമാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് കുറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ന്യൂനമർദ്ദം വരുന്നുണ്ട്, നമ്മൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എങ്ങനെ തകർക്കാമെന്ന് നോക്കി ഇരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് പല പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഈ ഒട്ടും ഇങ്ങനെ ഇതുമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ അത് വിപരീതമായിട്ട് സംഭവിക്കും. നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. സംഭവിക്കണമെങ്കിൽ അവരിൽ ചിലരെങ്കിലും ഇതെല്ലാം കാണണം, കുറേ പേരെങ്കിലും പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ വേണ്ടേ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തവരോടൊക്കെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല.
സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ഫേസ്ബുക്കിലായ പ്രൊഫൈൽസുകളായാലും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ആയാലും വേറെയും ഒക്കെയുണ്ട്. അതിലൊക്കെ നമ്മൾ പ്രയർ ഇടാറുണ്ട്, സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ആരും ഒന്നും അംഗീകരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ എന്നേ വിട്ട് പിന്നെ നമ്മുടെ ചാനലായാൽ പോലും വാച്ചവറൊക്കെ എപ്പോഴും കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമുക്ക് നല്ല വ്യൂവർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണക്ക് ചാനൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഭഗവാന്റെ ഒരു ഇതിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും ഈ ശാസ്ത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ലാത്ത കാര്യമാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം മറുപടി, ഇങ്ങനെ ജ്യോതിഷ സംബന്ധമായ മറുപടികൾ നമ്മൾ കൊടുക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. കമൻറ്റുകളിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് 1 രൂപ പോലും ലാഭമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ ഈ ശാസ്ത്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരെണ്ണം തെറ്റി, അതായത് പ്രവചനമായാലും ഒരെണ്ണം തെറ്റി എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചങ്ങനെ തെറ്റാൻ തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇതിന് വിട്ടുപോകാനുള്ള നേരമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. അങ്ങനെയാണ്. ഇപ്പോൾ പൗർണമി വരുന്നു. ഈ പൗർണമിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. വിഷയോഗമാണ് വരുന്നത്. തീർച്ചയായിട്ടും പുകപടലങ്ങൾ, അതായത് തീയും അതുപോലെ വിഷവാതക ചോർച്ചയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഏത് ശനി ചന്ദ്രനും ജലരാശിയിലായതുകൊണ്ട് തന്നെ വലിയ തിരമാലകൾ ഓൾറെഡി ഇങ്ങനെ വന്നിരിക്കുന്നു. ന്യൂനമർദ്ദത്തിൻ്റെ കാര്യം വന്നിരിക്കുന്നതുകൊണ്ട് അത് രാഹു, ഗുരു ഇവ പിന്നെ കുജനും ബുധനും എല്ലാം വായുരാശിയിലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോഴേ നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത് നോക്കണം. ഈ വായു തത്വമുള്ള ഏതൊക്കെ രാശികളാണ് ഈ കാണിച്ചിരിക്കുന്നത് പോലെ എന്ന് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എപ്പോഴും പറയുമ്പോൾ സമയം ഒരുപാടായി പോകും. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ന്യൂനമർദ്ദങ്ങളും ഇതുപോലെയൊക്കെയുള്ള കുഴപ്പങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വായു സംബന്ധമായ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വായുവിൽ പോകുന്ന വാഹനങ്ങൾ സൂക്ഷിക്കേണ്ട സമയമാണ്. ജലത്തിൽ സംബന്ധിച്ച കാര്യങ്ങളും സൂക്ഷിക്കേണ്ട, അതായത് കടൽ തീരത്ത് അങ്ങനെയൊക്കെയുള്ളവരൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ പോലും പൗർണമിയിൽ വേലിയേറ്റം ഉണ്ടാകും. ഇത് കുറച്ചുകൂടി വലുതായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. വലിയ കുഴപ്പമുള്ള യോഗം എന്ന് പറയുന്നത് ബുധമംഗള യോഗമാണ്. അതായത് കുജനും ബുധനും തമ്മിലുള്ള യോഗം. അതിൻ്റെ കാരകത്വങ്ങൾ മുഴുവൻ നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ചും ആശുപത്രികളും വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സൂക്ഷിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈ അമ്പലത്തിൽ ഈ മോഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള കോൺട്രവേഴ്സീസ് എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് ഈ ഗുരുവിനെ ശനി നോക്കുന്നതാണ്. അതായത് ഈ ധർമ്മകർമാധിപ യോഗം പോലെ ഒരു ചെറിയ എഫക്റ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ ഈ കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടെന്നാൽ ശുക്രനും കേതുവും തമ്മിൽ, പിന്നെ രവി 6-ൽ പോയതുകൊണ്ട് തന്നെ, അതായത് 5-ാം ഭാവാധിപൻ 6-ലാണ്. പിന്നെ അവിടെ 7-ൽ 6-ഉം 8-ഉം ഭാവാധിപന്മാരാണ്. കാലപുരുഷ ചാർട്ടനുസരിച്ച് 6-ഉം 8-ഉം ഭാവാധിപൻ, അത് കുജൻ ലഗ്നാധിപൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു യോഗം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഈ എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങ് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രദ്ധിക്കണം. കരണ്ടും അഗ്നിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പിന്നെ പുക വരുന്ന എന്ത് സാധനങ്ങളും വളരെയധികം സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നല്ലേ. നമുക്ക് ഭാരതത്തിന് വേണ്ടിയും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.